പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രസീന. എന്നോടൊപ്പം ഉള്ളത് സുവിത്താണ്. നമ്മൾ ഇന്നത്തെ വാർത്തകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മലയാള മനോരമയിലെ ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ലഹരിക്കെതിരെ തൂഫാൻ. പോലീസിന്റെ പുതിയ യജ്ഞം ജൂൺ 1 മുതൽ ആരംഭിക്കാൻ പോവാണ്. ലഹരിക്കെതിരെ നമ്മുടെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെന്നിത്തല അധികാരമേറ്റതിന് ശേഷം തുടങ്ങുന്ന ഒരു ഫസ്റ്റ് പദ്ധതി കൂടിയാണിത്. കഴിഞ്ഞ മുൻ സർക്കാരിന്റെ കാലത്ത് ദി ഹണ്ടിന് പകരമുള്ള ഒരു പദ്ധതിയാണിത്. ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനും അതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒക്കെ കൂടിയായി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. ഇത് ജൂൺ 1 മുതലാണ് ആരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, സ്കൂൾ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ലഹരിക്കെതിരെയുള്ള വർധനവ് ഇപ്പൊ കൊച്ചിയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഈ ഒരു പുതിയ പദ്ധതി എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കുമെന്ന്, എങ്ങനെ നടപ്പാക്കുമെന്നൊക്കെ നമുക്ക് ജൂൺ 1 മുതൽ ഇനി തന്നെ കണ്ടറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ലഹരിമരുന്ന് വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും നിരീക്ഷിക്കാനും പോലീസിന്റെ പ്രത്യേക സംവിധാനം ഉണ്ടാകും ഈ ഒരു പദ്ധതിയിലൂടെ. സ്കൂൾ പരിസരങ്ങളിലും ആഡംബര ഹോട്ടലുകൾ, കായൽ, കടൽ എന്നിവിടങ്ങളിലെ പാർട്ടികളിലെയും DJ പാർട്ടികളിലെയും ലഹരി ഉപയോഗം എന്നിവയ്ക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇന്ധനവില വർധനവാണ്. 10 ദിവസത്തിനകം 3-ാം തവണയാണ് ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് വില വർധനവ് ഉണ്ടാകുന്നത്. പെട്രോളിന് കൂട്ടിയത് 87 പൈസയാണ്, ഡീസലിന് 91 പൈസ, CNGക്ക് 1 രൂപ. കേരളത്തിൽ ഡീസൽ വില 100 കടന്നിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം VD സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ നുകരുന്നത് പോലെ ആയിരിക്കണം വില വർധനവ് ആളുകൾ അറിയരുത് എന്നുള്ളത്. അപ്പൊ ഇന്നലെ പല മീഡിയാസിലും ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, പൂമ്പാറ്റ തേൻ നുകരാൻ തുടങ്ങിയോ എന്നുള്ളത്. കാരണം അങ്ങനെ ഇടയ്ക്കിടെയായിട്ട് വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ ശ്രദ്ധയിൽ അത് പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണം പശ്ചിമേഷ്യയിൽ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിലിൽ ഉണ്ടായിരുന്ന വില വർധനവ് തന്നെയാണ് പ്രധാന കാരണം. പക്ഷെ പലരും ഇതിനെ ഗവൺമെന്റ് ആയിട്ട് കൂടി ഇടപഴകി സംസാരിക്കുന്നു, കാര്യം അറിയാതെ കൂടുതലും സംസാരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അല്ല, പശ്ചിമേഷ്യയില് ക്രൂഡ് ഓയിൽ എന്തായാലും വില വർദ്ധിക്കുന്നുണ്ട്. അതൊരു 50%. ശരിക്കും ക്രൂഡ് ഓയിലിന് സാധാ പെട്രോളിനെക്കാട്ടിലും പകുതി വിലയേ ഉള്ളൂ. എന്നിട്ടും ഇന്ത്യയിലെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പെട്രോൾ വില കൂടുതൽ നമ്മുടെ കേരളത്തിലാണ്. എന്താ കാരണം എന്നറിയോ? ആക്ച്വലി ഇന്ത്യയിൽ എല്ലാവിടെയും GST ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ കേരളത്തിൽ SST പറഞ്ഞ സ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. അത് ഇന്ത്യയിലുള്ള പല സംസ്ഥാനത്ത് ഉണ്ട്, പക്ഷെ അത് അത്ര കാര്യമില്ല. പക്ഷെ ഇവിടെ അത് നല്ല കൂടുതലാണ്. അതാണ് ഇവിടെ 110 രൂപയും നമ്മുടെ തമിഴ്നാട്ടിൽ ഇപ്പൊ വില കൂടിയിട്ട് 105 രൂപയായിട്ടുള്ളൂ. കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ പലയിടങ്ങളിലും പല വിലയായിട്ട് തോന്നുന്നുണ്ട്. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 110.93 രൂപയും ഡീസലിന് 99.82 രൂപയാണ് വർദ്ധിച്ചത്. എല്ലാവരുടെയും ഒരു 50 പൈസയുടെ വ്യത്യാസം ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷനും കൂട്ടും. കുറച്ചും കൂടെ കൂടാനപ്പോ ഇനിയും സാധ്യത ഉണ്ട് എന്നുള്ളത്. പിന്നെയുള്ളൊരു മറ്റൊരു വാർത്ത, പാർട്ടിക്ക് ഡിജിറ്റൽ പൂട്ട്. നമ്മുടെ കോക്രോച്ച് പാർട്ടി വന്നത് പല പാർട്ടികളെയും ഒരുപോലെ ടെൻഷൻ ആക്കിയാണ് ചെയ്തത്. ആക്ച്വലി യുവജന അമർഷം പ്രകടമാക്കിയതിലൂടെ സമൂഹ മാധ്യമങ്ങളിലാകെ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി സമ്പൂർണ്ണ ഡിജിറ്റൽ പൂട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇതിന്റെ സ്ഥാപകൻ അഭിജിത്ത് ദീപ് കെ, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായിട്ടും അദ്ദേഹത്തിന് വധഭീഷണിയൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടും ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ രാത്രി 8 വരെ 2.22 കോടി ആളുകളാണ് ഈ ഒരു CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിന്തുണച്ചത്. ഇത് കൂടുതലും സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് AI റിലേറ്റഡ് വീഡിയോ കാര്യങ്ങളിലൂടെയൊക്കെയാണ് യുവാക്കൾക്കിടയിൽ കൂടുതലും തരംഗമായത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളായിക്കോട്ടെ, കാര്യങ്ങൾ അത് അത്രത്തോളം യുവാക്കളെ ഏറെ സ്വാധീനിച്ചു എന്നുള്ളതാണ് കാര്യം. ഇപ്പോ ഞാൻ പ്രസിഡന്റ് ചോദിക്കണം, ഇപ്പൊ ഈ പാർട്ടി അധികാരത്തിൽ വരുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? അധികാരത്തിൽ വരുന്നൊന്നും തോന്നുന്നില്ല. കാരണം മറ്റ് പാർട്ടികളായിക്കോട്ടെ ആളുകളായിക്കോട്ടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരിതിനെ മുന്നോട്ട് ഇപ്പോൾ എല്ലാവർക്കും പോലെ ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നവരും ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് യുവാക്കൾക്കിടയിൽ ഇത്രയും തരംഗമായ ഈ പാർട്ടിയും അത് മറ്റു പാർട്ടികളെയും മറ്റു ആളുകളെയും അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കാരണം ഇപ്പൊ ഒരു ഇലക്ഷൻ വന്നാൽ എന്തായാലും ഇതിന് പ്രതികരിച്ചിട്ട് ആൾക്കാർ നിക്കണം. അപ്പൊ അവരിഞ്ഞിപ്പോ നിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് സീറ്റ് കിട്ടുമോ? അതെ, സീറ്റ് കിട്ടിയാൽ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കണ കുട്ടികൾ ശരിക്കും അവർക്ക് വോട്ട് ചെയ്യോ? കാരണം അവരൊക്കെ ടീനേജിന് താഴെയുള്ളവരായിരിക്കും കൂടുതലും. അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. അവർക്ക് വോട്ട് പോലും ഇല്ല, സീറ്റേ ഉണ്ടാവില്ല, പിന്നെ വോട്ട് പോലും ഇല്ല. പിന്നെ എന്തിനാ അതിന് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് ഒരു ഡൗട്ട് എനിക്കും ഇല്ലാതില്ല. ഇത് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. CJP
അതിന്റെ കൂടെ തന്നെ എക്സിൽ ഈ CJP-യുടെ അക്കൗണ്ട് നേരത്തെ തന്നെ ഇന്ത്യയിൽ തടഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അപ്പോഴേക്കും ആളുകൾക്കിടയിൽ ഇതിന്റെ സബ് അക്കൗണ്ടുകളിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, ഇതിനത്രയും സപ്പോർട്ടും കിട്ടുന്നുണ്ട്. എന്തായാലും ഇത് എത്രത്തോളം പോകും എന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രധാന വാർത്തയാണ് വൈദ്യുതി നിരക്ക് നിർദ്ദേശങ്ങളുമായി റെഗുലേറ്ററി കമ്മീഷൻ. രാത്രി വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പകൽ വൈദ്യുതി ഉപയോഗം കൂട്ടാനും രാത്രി കുറയ്ക്കാനും ഉപഭോക്താക്കൾക്കും KEB പ്രോത്സാഹനം നൽകണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ ലാസ്റ്റ് വെച്ചിട്ടായിരുന്നു വൈദ്യുതി നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പല രീതിയിലുള്ള വിമർശനങ്ങളും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പൊ അതിനൊക്കെ ഒരു നിർദ്ദേശങ്ങളായിട്ട് കമ്മീഷൻ തന്നെ ചില കാര്യങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വൈദ്യുതി ഉപയോഗം പകല് വൈകിട്ട് 6 മുതൽ 10 വരെ രാവിലെയും പിന്നെ വൈകുന്നേരവും, രാത്രി 10 മുതൽ രാവിലെ 6 വരെ, ഈ ഒരു പീക്ക് സമയങ്ങളിൽ അതിനെ നിയന്ത്രിക്കാനും അതുവഴി ചാർജ് കുറയ്ക്കാനും ഉള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിക്കുന്നത്. ഒന്നാമത് പകല് മുതൽ രാത്രി വരെ വീട്ടിലെ ആൾക്കാരുണ്ടാവില്ല, എല്ലാവരും ജോസ് സ്ഥലത്തായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലം കൊണ്ടാണ് വന്നത്. ഇപ്പൊ വേനൽക്കാലം കഴിഞ്ഞു, ഇപ്പൊ അതിന്റെ പ്രശ്നം എന്തിനാണ് എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ഇനി കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തിയവരൊക്കെ ഇതിനെ ഏത് രീതിയിൽ കാണുന്നുള്ളതും കണ്ടറിയാം. പിന്നെ അടുത്തത് ബിസിനസ് വാർത്തയാണ്. എല്ലായ്പ്പോഴും ബിസിനസ് ആൾക്കാർ നോക്കുന്നത് സ്വർണ്ണ വില തന്നെയാണ്. സ്വർണ്ണ വിലക്ക് ഇന്നലത്തെക്കാട്ടിലും 320 രൂപ ആക്ച്വലി ഇന്ന് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 1,16,000 രൂപയാണ്. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ സ്വർണം രാവിലെയും വില കൂടും, വൈകുന്നേരം 2 തവണ ഇപ്പോൾ ആക്ച്വലി സ്വർണം കൂടിയും കുറഞ്ഞിരിക്കുന്നുണ്ട് ഒരു ദിവസത്തെ. അതുകൊണ്ട് പരമാവധി രാവിലെ വാങ്ങാൻ ശ്രമിക്കുക. കാരണം വൈകുന്നേരം ആകുമ്പോൾ അത് കൂടുകയാണ് മിക്കപ്പോഴും കാണുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് കുറയുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നല്ല ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. എന്തായാലും സ്വർണം വാങ്ങുമ്പോൾ കൂടുതൽ ETF അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡോ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ അതിന് ആ രീതിയിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 24 ക്യാരറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ മെയിനായിട്ട് അതാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെതായിട്ടുള്ള ന്യൂസ് അതിലുള്ളൂ. ഇപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഗ്യാസ് ഇപ്പോൾ വീണ്ടും ഇടിവ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്, മുൻ വർഷത്തെക്കാട്ടിലും 11% ഇടിവാണ് ആക്ച്വലി വന്നത്. യുദ്ധ കാരണമൊക്കെ തന്നെ അവർ പറഞ്ഞിരിക്കണത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും ഗ്യാസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഇനിയിപ്പോൾ വില കൂട്ടാൻ തന്നെ പോവുകയാണ്. ശമ്പളം ഒഴികെ ബാക്കിയെല്ലാം സർക്കാർ കൂട്ടുന്നുണ്ട്. മറ്റൊരു വാർത്ത, തൃശ്ശൂർ നഗരത്തിലെ 1.5 മണിക്കൂറോളം ആളുകളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ആന. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ തന്നെയായിരുന്നു ഒരു പാപ്പാനെ ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും തിരുവനന്തപുരം സ്വദേശി ശിവദത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഓട്ടത്തിനിടെ 3 കാറ്, ഒരു ഓട്ടോറിക്ഷ, 6 ബൈക്ക് എന്നിവ ഉൾപ്പെടെ 10 വാഹനങ്ങളും 5 വീട് മതിലുമാണ് ആന തകർത്തത്. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാവുന്നതും ഭയങ്കര പ്രശ്നം തന്നെയാണ്. വേനൽക്കാലമാണ്, ആനകൾക്ക് പൊതുവെ ചൂട് സഹിക്കാൻ പറ്റില്ല. പിന്നെ ആന അടഞ്ഞ പിന്നെ ജീവനും കൊണ്ട് ഓടുക എന്നല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ പോരാത്തതിന് ഇങ്ങനത്തെ പരിപാടിക്ക് ആനേനെ ഇറക്കാനും പാടില്ല, അതൊരു പ്രശ്നമാണ്. ഇറക്കുകയാണെങ്കിൽ തന്നെ അതിന് അരമണിക്കൂർ കൂടുന്തോറും കാലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം, തല നനച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ആന മതമിളകാണ്ട് ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പലപ്പോഴും ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. നമ്മള് പലപ്പോഴും കാണുന്ന ഈ ആന ഇടയുന്ന സംഭവമൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റും പകർത്താനായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ എടുത്ത് ഓടുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ സ്വന്തം ജീവന്റെ സുരക്ഷ നോക്കുന്നതും ഭയങ്കര പ്രധാനം തന്നെയാണ്. ഇതിനിടെ ആനയ്ക്കൊപ്പം എത്തിയ ചിലർ നാട്ടുകാർക്കെതിരെ തിരഞ്ഞതും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ചിത്രം എടുത്തിരുന്ന മനോരമ സീനിയർ ഫോട്ടോഗ്രാഫർ വിഘ്നേഷ് കൃഷ്ണമൂർത്തിയുടെ ക്യാമറ തട്ടിയെടുക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ക്യാമറമാന് ധൈര്യമുണ്ട്, അതിന്റെ അടുത്ത് പോയി നിന്നല്ലോ. ജീവനെക്കാട്ടിലും വലുത് ഫോട്ടോ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ എന്നാലും ആക്രമണത്തിൽ വിഘ്നേഷിന്റെ കണ്ണിന് താഴെ മുറിവേറ്റു. കേരള കൗമുദി ഫോട്ടോഗ്രാഫർ റാഫി എം ദേവസിക്കും മർദ്ദനമേറ്റു. ഇതൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണെങ്കിലും സ്വന്തം ജീവനും അവിടെ നോക്കേണ്ടത് പ്രധാനം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ന്യൂസ് ഉണ്ട്. വളത്തിന് എന്തായാലും വില കൂട്ടുകയാണ്. അതിന് അവർ കാരണം പറയണത് യുദ്ധ കാരണം അസംസ്കൃത വസ്തുക്കളുടെ വില വർധനയും ദൗർലഭ്യം കാരണം ഉൽപാദന ചെലവ് വർദ്ധിച്ചാണ് വളം കൂട്ടാനുള്ള പ്രധാന കാരണം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പൊതുവെ മഴക്കാലമാകുമ്പോൾ
സാധാരണ വളത്തിന് വില കൂടാറുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇതാണ്. മഴ സീസണിലാണല്ലോ കൂടുതൽ ആൾക്കാർ വളം വാങ്ങുക. അപ്പോൾ സാധാരണ വില കൂടും. അതിൻ്റെ ഒരു ഇതാണ് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അത് കൃഷിക്കാർക്കാണ് ഏറ്റവും ഇത്. സബ്സിഡി ആയിട്ട് വളമൊക്കെ എല്ലാവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃഷിഭവനായിട്ട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയിട്ടുള്ളത്. അതെ അതെ അതെ. ഈ പദ്ധതിയിൽ ചേർന്നത് 61.86 പേർ മാത്രമാണ്. രാസവള വിൽപ്പനയിലും വിതരണത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഈ കർഷകർ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കി കാണേണ്ട കാര്യം തന്നെയാണ്. അല്ല, അത് സബ്സിഡി കിട്ടും. കാരണം ഈ കൃഷിക്കാരിൽ ഭയങ്കര സ്കീം കൂടുതലാണ് നമുക്ക്. പക്ഷെ അത് അത്യാവശ്യം എപ്പോഴും കൃഷിഭവനായിട്ടും കൃഷിയെ പറ്റി പഠിക്കണ കുറച്ച് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് എല്ലാം കിട്ടുള്ളൂ. മിക്ക കൃഷിക്കാരും അന്വേഷിക്കണില്ല ഒരു കാര്യം. അതൊരു പ്രശ്നമാണ്. പലരിടത്തും അതിന്റെ വിവരങ്ങൾ എത്താതെ പോകുന്നുണ്ട്. അതെ അതെ, അതൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ കൃഷി ലോണ് എടുത്താൽ അത് എന്തായാലും തള്ളിപ്പോകുന്നുള്ളത് മിക്ക ജനങ്ങൾക്കും അറിയില്ല. വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ മലബാർ ഇത്തവണ 350 ബാച്ചെങ്കിലും അധികം വേണ്ടി ഒരു +1 സീറ്റിനെ സംബന്ധിച്ചതാണ്. +1 സീറ്റ് വിദ്യാഭ്യാസ ജില്ല പരിഗണിച്ച് NM ഷംസുദ്ദീൻ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും SSLC ജയിക്കുന്നവർക്ക് അതത് വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ആവശ്യത്തിന് സീറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. SSLC എക്സാമും അതിന്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം വന്നു. ഇനി സീറ്റിനുള്ള ഒരു പ്രശ്നമായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. അപ്പൊ അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഷംസുദ്ദീൻ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു ഇതാണ് പുൽവാമ അറ്റാക്ക് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെ സൂത്രധാരനെ വെടിവെച്ച് കൊന്നതും ഇന്നലെ ബോക്സ് ന്യൂസ് ആയിട്ട് ന്യൂസ് പേപ്പറിലും ചെറുതായിട്ടേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് എത്ര വലിയ കാര്യമാണ് അത് അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളെ കൊന്നപ്പോൾ അയാളൊരു തീവ്രവാദിയാണ്. അവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ വലിയൊരു ഏതോ വലിയ വ്യക്തി മരിച്ച രീതിയിൽ ഒരു ചടങ്ങ് തന്നെ ഭയങ്കരമായിട്ട് നടത്തി. വലിയ ഭീകരവാദികളൊക്കെ വന്നു എന്നും പറഞ്ഞു. അവർക്ക് ബോഡി ഗാർഡ്സ് ആയിട്ടും കുറെ പേര് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കടന്ന് കളിക്കുന്നുണ്ട്. അതൊരു ന്യൂസ് ആയിട്ടും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ഗ്രീൻ കാർഡ് അപേക്ഷ നാട്ടിൽ നിന്ന് തന്നെ വേണം, കുടിയേറ്റ വ്യവസ്ഥകൾ കടുപ്പിച്ച് US. ഇനി മുതൽ ഗ്രീൻ കാർഡ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഗ്രീൻ കാർഡ് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. ഇന്നലെ ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ മറ്റൊരു കാര്യമായിരുന്നു ഇത്. US സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് നേടാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർ അതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് നാട്ടിൽ നിന്നായിരിക്കണമെന്ന് പുതിയ വ്യവസ്ഥ. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടെ വിദ്യാർത്ഥികള്, താൽക്കാലിക ജോലിക്കായി എത്തുന്നവര്, ടൂറിസ്റ്റ് വിസയിൽ വരുന്നവര് തുടങ്ങിയവർ കാലാവധി കഴിയുമ്പോൾ തന്നെ നാട്ടിലേക്ക് മടങ്ങണമെന്ന വ്യവസ്ഥയാണ് ഇതിലൂടെ വന്നിട്ടുള്ളത്. ഒരു തരത്തിൽ ഇത് നല്ലതാണ്. പക്ഷെ അതേസമയം പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത്ര നല്ല കാര്യമല്ല. കാരണം നമുക്ക് അവിടെ ഒരു താമസിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 7 വർഷം ഇരുന്നാലേ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവരും ഇവിടുന്ന് പോവാണ്. ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് കിട്ടണമില്ല. മിക്കവരും ഹസ്ബൻഡ് വിസയിലും വൈഫ് വിസയിലും ഒക്കെ വേഗം അമേരിക്കയ്ക്ക് പറഞ്ഞ് ചാടിയിട്ട് വൈഫിനും കൂടി ഇപ്പൊ അങ്ങനെ വിസ കിട്ടണില്ല, അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടണില്ല. എന്തൊക്കെയോ വേറെ കുറെ ലീഗൽ പ്രോബ്ലംസ് ഉണ്ട്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കുടിയേറ്റക്കാർ അപേക്ഷാ നടപടികൾക്കായി നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണ് പുതിയ പരിഷ്കാരം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതെ, ഇപ്പൊ അമേരിക്കയിൽ മാത്രമല്ല, ലണ്ടനിലെ ആൾക്കാർ എല്ലാവരും തെരുവിൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ട് ഇന്ത്യക്കാരെല്ലാവരും പോണം എന്ന് പറഞ്ഞിട്ട് അവിടെ സമരം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു റെബല്യൻ പോലെ തന്നെയായിരുന്നു അത്. അത്രയും ഒരു 10-2000 ആൾക്കാരാണ് തെരുവിൽ ഇറങ്ങിയത് ഇന്ത്യക്കാർ പോണെന്ന്. ഇവിടുന്ന് പോണതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ, ജീവിതം മെച്ചപ്പെടുത്താൻ തന്നെ പോണത്. ശമ്പളമൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഉയർന്ന ലൈഫ് സ്റ്റൈലിനാണ് പോണത്. പക്ഷെ എല്ലാ നാട്ടിനും അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അതെല്ലാവരും പാലിക്കാൻ ശ്രമിക്കണം. ലണ്ടനിലെ റോഡിൽ തുപ്പാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയിൽ ചെയ്യണ പോലെ അവിടെ പോയിട്ട് മൂത്രം ഒഴിക്കുകയോ ഒക്കെ ചെയ്തു വെച്ചാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അത് അവർക്കുള്ള സുരക്ഷയാണ് അവരിപ്പോ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ US പ്രയോജനപ്പെടുന്നവരും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവരുമായ ചിലർക്ക് ഇളവുണ്ടായിരിക്കും എന്നാണ്. ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരില്ല. മംഗളം പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട്. ഇപ്പൊ നവകേരള സമരം നടന്ന എല്ലാവർക്കും അറിയാലോ. അതിലിപ്പോ പണി കിട്ടിയത് പോലീസുകാർക്കാണ്. പോലീസുകാരുടെ എല്ലാം തൊപ്പി തെറിക്കുന്നാണ് പറയുന്നത്. ബാക്കി തല്ലു കൊണ്ടവരും പിണറായി വിജയനും ഒക്കെ സേഫായി. എന്താ അത് എപ്പോഴും അങ്ങനെ തന്നെ. പോലീസുകാർക്ക് നല്ല പണി കിട്ടും. പിന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അൻഷിബാസന്റെ ജാതി പറഞ്ഞു വിളിച്ചു എന്ന് പറഞ്ഞിട്ട്.
ടിനി ടോമിന് ടിനി ഇതിനുള്ള ടോം. അധിക്ഷേപം അതെ, എന്താണ് പ്രസീനയുടെ അഭിപ്രായം അത് കേൾക്കുമ്പോ? അൻഷു വാസന്റെ ശരിക്കും അൻഷുയുടെ ഒരു ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഇന്നലെ പക്ഷെ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തിട്ടും അദ്ദേഹം അങ്ങനെ നടത്തുന്നില്ല എന്നുള്ള രീതിയിലും പല അഭിപ്രായങ്ങളും പലയിടത്തുനിന്നും വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അൻസിബ പറയുന്നതിന്റെ. അപ്പൊ എന്താ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. അവർക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കേസ് കൊടുക്കാം. അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. എന്തിനാ ഉള്ള സംഘടനയിൽ നിന്ന് രാജിവെക്കേണ്ട ആവശ്യം? അങ്ങനെ രാജിവെക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പവർ ഇല്ലാതാവുകയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അതൊരു വിവരമില്ലായ്മയല്ലേ അവര് കാണിച്ചത്? അപ്പോ ഈ അമ്മ സംഘടനയിലേക്കോട്ടെ പൊതുവെ കറക്റ്റ് സമയത്ത് പ്രതികരിക്കുന്നില്ല എന്നുള്ളതൊരു വിഷയം തന്നെയാണ് പലപ്പോഴും. അമ്മ സംഘടനയിൽ WCC ഉണ്ടല്ലോ, അതൊരു വിഷയം തന്നെയാണ്. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവരെ ഒരു ഐക്യം ഇല്ലാണ്ട് പോണത്. അത് കുറെ കഴിഞ്ഞിട്ട് അതിനൊരു പ്രതികരണം വരുമ്പോ എന്തുകൊണ്ട് മുന്നേ പ്രതികരിച്ചില്ല എന്നുള്ള ഒരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. വേണച്ച പേടി കൊണ്ടായിരിക്കാന്ന് പറയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് സ്വമേധയാ പോയിട്ട് ഒരു കേസ് കൊടുക്കാമല്ലോ, രജിസ്റ്റർ ചെയ്യാലോ. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരു സ്ത്രീയാണ്. എങ്ങനെയായാലും പ്രൊട്ടക്ഷൻ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. പോരാത്തതിന് ഫെയിമുള്ള ഒരു സ്ത്രീയും കൂടിയാണ്. ടിനി ടോമിന് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയില്ല എന്നുള്ള രീതിയിലും പലരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയില്. ഈ മംഗളം പേപ്പറിലെ കറക്റ്റ് ആനയുടെ പ്രശ്നം കൊടുത്തിരിക്കണത് ഫോട്ടോഷൂട്ടിന് കൊണ്ടുവന്ന ആനയാണ് വരണ്ടോടിയത്. അപ്പൊ അതിന്റെ ഒരു സുരക്ഷാ ക്രമീകരണം ഒന്നും അതിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫർക്കും പരിക്കേറ്റത്. പിന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. മെയിനായിട്ട് സ്പോർട്സിൽ ഇപ്പോൾ ഉള്ളത് ശ്രേയസ് അയ്യർ സെഞ്ചുറി അടിച്ചതാണ്. അത് പഞ്ചാബിന് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അവരുടെ 4ാം സ്ഥാനത്ത് അവർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ഇന്നലെ നല്ല ഫോമിലായിരുന്നു. ഒന്ന് വായിച്ചത്. IPL-ലെ കന്നി സെഞ്ചുറിയുമായി കപ്പിത്താൻ പട നയിച്ച പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിന് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 7 വിക്കറ്റിന്റെ ആവേശ ജയം. 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ അപരാജിത സെഞ്ചുറിയാണ് പ്ലേ ഓഫിൽ കടക്കാൻ അവസാന കച്ചിത്തുരുമ്പ് സമ്മാനിച്ചത്. ഇതോടെ ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ രാജസ്ഥാനും കൊൽക്കത്തയും തോറ്റാൽ പഞ്ചാബിന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റും. 51 ബാളിലാണ് അദ്ദേഹം സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. IPL സെഞ്ചുറി പറഞ്ഞാൽ അങ്ങനെ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. കാരണം ഓവേഴ്സ് കമ്മിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഷോട്ട് പുട്ടിൽ സ്വർണം നേടി മലയാളി താരം കൃഷ്ണ ജയശങ്കർ. ഇന്നലെ ഈ ഒരു കൃഷ്ണയിലൂടെ 3 ദേശീയ റെക്കോർഡുകളാണ് പിറന്നത്. സ്വപ്നം കണ്ട ദൂരത്തിലേക്ക് ഷോട്ട് എറിഞ്ഞ് കൃഷ്ണ ജയശങ്കർ റാഞ്ചിയിലെ ബിർസ മുണ്ട സ്റ്റേഡിയത്തിൽ മലയാളത്തിന്റെ യശസ് വാനോളം ഉയർത്തി. ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിൽ റിലയൻസിന്റെ മലയാളി താരം കൃഷ്ണ ജയശങ്കറിന് സ്വർണം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ സ്വർണം നേടിയ സന്തോഷത്തേക്കാൾ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമായിരുന്നു കൃഷ്ണയുടെ മുഖത്തുണ്ടായിരുന്നത്. എന്തായാലും 3 ദേശീയ റെക്കോർഡുകളാണ് ഒരു മലയാളി താരത്തിന് ലഭിച്ചത്. ഏറെ അഭിമാനിക്കാൻ പറ്റിയ കാര്യം തന്നെയാണത്. അത് സ്വർണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു ഗോൾഡ് മെഡൽ ഇല്ല എന്നുള്ളത്, ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ ഇല്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ക്രിക്കറ്റ് മാത്രമല്ല ബാക്കിയുള്ള സ്പോർട്സും കൂടി നമ്മൾ പരിഗണിക്കണം. അതിൽ ഇതുപോലെ സ്വർണം കിട്ടുന്ന ആൾക്കാർ കുറെ ഉണ്ട്. ഷോട്ട് പുട്ടിൽ 17 മീറ്റർ മറികടക്കുന്ന ആദ്യത്തെ മലയാളി വനിത കൂടിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം വാർത്തകളൊക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം പത്രവാർത്താസിൽ കാണാം. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം അടുത്ത ദിവസം പത്രവാർത്താസിലെ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും.